ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തമാണ് വയനാട് നേരിട്ടത്. വയനാട്ടിൽ നിന്നും തങ്ങളുടെ സഹോദരങ്ങളെ കൈപിടിച്ചുയർത്താനായി കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് സഹായവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഹരിത കർമ്മസേനയും. നിങ്ങൾ ഏത് രീതിയിലാണ് വയനാടിനെ സഹായിക്കാൻ പോകുന്നത്? ഞങ്ങൾ വയനാടിനെ സഹായിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സാലറിയിൽ നിന്ന്, ഈ മാസത്തെ സാലറിയിൽ നിന്ന് ഒരു കുറച്ച് പൈസ വീതം മാറ്റി വയനാടിന്റെ ഈ കഷ്ടപ്പെടുന്ന ഈ അവസ്ഥയിൽ അവരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു വലിയ മഹാദുരന്തമാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ വീട്ടിലെ അച്ഛനോ അമ്മയോ സഹോദരങ്ങൾക്കോ മക്കൾക്കോ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം വേദനിക്കുവോ അതേ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സഹായം ഞങ്ങൾ സഹായിക്കുന്നത് പോലെ പലരും സഹായിക്കുമ്പോൾ അതൊരു വലിയ ഒരു സംഖ്യയായിട്ട് മാറും. എത്ര രൂപ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ 25,000 രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ മണക്കാട് വാർഡിൽ തന്നെ കുടുംബശ്രീയിൽ നിന്നും 25,000 നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 50,000 രൂപ ഞങ്ങളെ വാർഡിൽ നിന്ന് തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അത്രയും റിസ്ക് ഉള്ളൊരു ജോലിയാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത്. അപ്പൊ അത്രയും റിസ്ക് ആയിട്ട് ജോലി ചെയ്യുന്നതിനിടയിലും ഇങ്ങനെ സഹായം ചെയ്യണമെന്ന് തോന്നാനുണ്ടായ ഒരു കാരണം? ഞങ്ങള് നേരത്തെയും സഹായം ഞങ്ങൾ തുടങ്ങിയത് 2023 ജനുവരിയിലാണ്. അന്ന് മുതലേ ഞങ്ങള് ഈ ആതുര സേവനവും കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 10-50ഓളം പേർക്ക് സ്നേഹ കിറ്റ് എന്ന് പറഞ്ഞ് 2023 ജനുവരി മുതലേ ഞങ്ങൾ ഈ മാസവും അവർക്ക് മെനഞ്ഞാന്നാണ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്യുന്ന ഒരു ചാരിറ്റി കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ഒരു മനസ്സുള്ളവരാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഞങ്ങളെ ഒരു കൈത്താങ്ങ് സർക്കാരിനെ സഹായിക്കുക. കാരണം ഇതിന് എല്ലാ ദുരന്തങ്ങളും വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ വന്നപ്പോഴും ഈ സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ടാണ് ഇത്രയും നമ്മുടെ കേരളത്തെ പിടിച്ചു നിർത്താൻ പറ്റിയത്. ആ സർക്കാരിനെ സഹായിക്കുക എന്നുള്ളൊരു ബാധ്യത ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കും ഉണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ ഈ ഒരു ടീമില് ഏകദേശം എത്ര പേരുണ്ടാവും? ഞങ്ങൾ മൊത്തം ഇപ്പം 16 പേരുണ്ട്. 2 ആണുങ്ങളും 14 പെണ്ണുങ്ങളും ഉണ്ട്. എല്ലാവരും ഒരേപോലെ ഒത്തൊരുമ ഇവിടെ തന്നെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ സഹായിക്കുന്ന പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഹൃദയം പൊടി. കാരണം അത്ര ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായത്. കുഞ്ഞു കുട്ടികളും കൊച്ചുങ്ങളും കാല് വേറെ തല വേറെ ഇങ്ങനെയൊക്കെ അല്ലേ കിട്ടിയത്. പൊതിഞ്ഞൊക്കെ വെച്ചേക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മക്കളും കുട്ടിയൊക്കെ ഉള്ളതല്ലേ. ആ ദുരന്തം ഇവിടെ ആയിരുന്നാലും നമുക്ക് സഹിക്കാൻ ഒക്കൂല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ ഒരു സഹായം കൊടുക്കാം. ഇപ്പൊ നമ്മളെ മുന്നിൽ നമ്മളെ സർക്കാർ മുമ്പ് നിൽക്കുമ്പോൾ നമ്മൾ ബാക്കിലാകാൻ പാടില്ല. നമ്മൾ മുന്നിൽ തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായി നമ്മൾ കൊടുക്കണമെന്ന് താല്പര്യപ്പെട്ടത്. എന്നും വാർത്ത തുറന്ന TV തുറന്നാ ഇത് മാത്രമേ ഉള്ളു കാണാനായിട്ട്. സുനാമി വന്ന എല്ലാം വന്നു. പക്ഷെ ഇത്രയും ഒരു ദുരന്തം ആരും കണ്ടു. രാത്രി അവർ കിടന്നുറങ്ങിയതാണ്. രാവിലെ എഴുച്ചപ്പോൾ ഇത്രയും ഒരു അനുഭവം കാണണമെന്ന് നമുക്ക് പോയി സഹായിക്കാനായിട്ട് ഒക്കൂല. ഞങ്ങൾ പോയിരുന്നു കഴിഞ്ഞ ലക്ഷത്തി നമ്മൾ പോയിരുന്നു. സുനാമി വന്ന വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക് പത്തനംതിട്ടയില് ഞങ്ങള് ടീമായിട്ട് പോയി വീടുകൾ വൃത്തിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി അതിനു വേണ്ടിയൊക്കെ സഹായിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് പോകാനായിട്ട് ഒക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മുൻഗണന മുന്നിലേറ്റ് വെച്ചത്. ഇപ്പൊ 25,000 രൂപ ഞങ്ങളായത് ഞങ്ങൾ പാർട്ടിയുടേതായിട്ട് കുടുംബശ്രീയുടേതായിട്ട് 25,000 അങ്ങനെ 50,000 രൂപ കൊടുക്കാം. നമ്മൾ സ്നേഹക്കിറ്റ് കൊടുക്കുന്നതാണ്. 50 പേരുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് കൊണ്ടാണ് നമ്മൾ അതും ഇതായി ഇപ്പൊ ഇന്നലെ മെനഞ്ഞാന്ന് കൊടുത്തതേ ഉള്ളൂ നമ്മൾ. അപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ ഒരു സഹായം നമ്മൾ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ മന്ത്രി നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ തീരുമാനിച്ചിറങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരം പ്രവർത്തികൾ ചെയ്തുള്ള പരിചയം കൂടി നിങ്ങൾക്ക് ഉണ്ട്. ഞങ്ങൾക്കുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ. ഞങ്ങൾ കോളനിക്കകത്തും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു അപകടം സംഭവിച്ചാലും ഞങ്ങൾ മുന്നിട്ട് തന്നെ പോവുള്ളൂ. ഞങ്ങളിപ്പോ ഇത് ജോലിക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞാലും പക്ഷെ അതിന് മുമ്പേ ഞങ്ങൾ എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യും. എത്ര രാത്രി ഞങ്ങളെ വിളിച്ചിരുന്നാലും ഞാനും അവള് രംഗത്തെത്തിയിരിക്കും. ഞങ്ങളെ വിളിക്കുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാലും എന്ത് മരണമായിരുന്നാലും ഒരു വീട് കത്തിയാലും ശരി വേറെ എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ ഒരു കിടപ്പ് രോഗികൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ഇന്നും ചെയ്തുകൊണ്ടിനെ ഇരിക്കണം. ഇനി ഞങ്ങളെ മരണകാലം വരെ അങ്ങനെ മുന്നിലോട്ട് പോകണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഞങ്ങളിത് നിർത്തൂല, മുന്നിലോട്ട് തന്നെ പോകും. കുടുംബശ്രീയായിട്ട് തുടങ്ങി ഞങ്ങൾ 92 മുതൽ UBSP എന്നുള്ളൊരു പദ്ധതി പ്രകാരം തുടങ്ങി ഞങ്ങൾ അന്ന് മുതലേ പ്രവർത്തിക്കുന്നു. നേരത്തെ ഞാൻ നഗരസഭയുടെ CDSന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ഇപ്പം മണക്കാട് വാർഡിന്റെ സെക്രട്ടറി കൂടിയാണ് ADSന്റെ.
അതിന്റെ ഭാഗമായിട്ട് ഈ ആതുര സേവനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞങ്ങൾ ഇനിയും എന്ത് വന്നാലും ഇതുപോലെ സർക്കാരിനെ സഹായിക്കാനും സർക്കാരിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുള്ള ഹരിതകർമ്മസേന ഇങ്ങനെ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. അപ്പോ വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു സഹായം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഈ വാർത്തകളെല്ലാം നമ്മൾ കണ്ടപ്പോൾ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ അവിടെ വന്നിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിലെല്ലാം കഴിയുന്നവരാണ്, കോളനികളിൽ നിന്ന് വരുന്നവരാണ്. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് അവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു 25,000 രൂപ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. നിരവധി കരങ്ങളാണ് ഇത്തരത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാലാഭാഗത്തു നിന്നും ഒത്തുചേരുന്നത്. അവർക്കൊപ്പം ചേരുകയാണ് നമ്മുടെ ഈ ഹരിത കർമ്മസേന. ക്യാമറാമാൻ ബിബിൻ മുരളിക്കൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18 തിരുവനന്തപുരം.